എടാ മിസബ് പറഞ്ഞൊരു വണ്ടി അവൻ്റെ വണ്ടി സെല്ല് ചെയ്യണമെന്ന് മുത്തേ. നൈസല്ലേ ചുമ്മാ തല്ല കൊള്ളാടാ കൊള്ളാം മനസ്സിൽ കൊള്ളാടാ. എത്ര രൂപ എത്ര രൂപയ്ക്കടാ? എത്ര രൂപയ്ക്ക്? എടാ 30 മില്യൺ അല്ലേ നേരത്തെ പറഞ്ഞ? 3 മില്യൺ 30 ലക്ഷം അല്ലേ? റിച്ച് മാൻ സി പി എം. യോ ബ്രോ ബ്രദർ എനിക്ക് 30 മില്യണാ മുത്തേ. 30 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ എത്ര രൂപ വേണ്ടാ മുത്തേ? അത് ഒരുപാട് പൈസ അല്ലേ? ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. ഇതല്ലേടാ? ഇതാണ് 30 മില്യൺ എന്ന് പറയുമ്പോൾ ഇത്ര രൂപയല്ലേടാ മുത്തേ? യുവർ കാർ ഈസ് അൺലോക്ക്ഡ് എന്നാ, മനസ്സിലായില്ലടാ? റിച്ച് മാൻ സി പി എം എന്നിട്ട് ചാറ്റ് ഒന്ന് വായിച്ചോട്രാ. ബ്രദർ റൂമിൽ ജോയിൻ ആവുന്നുണ്ട്, വെയിറ്റ്. യു ബ്രോ ബ്രദർ റിച്ച് മാൻ സി പി എം മുത്തേ. റിച്ച് മാൻ സി പി എം ആരെന്നറിയാം? റിച്ച് മാൻ സി പി എം വെച്ചാൽ ഒരു യൂട്യൂബറാണ്, വലിയ യൂട്യൂബറാണ്, അത്യാവശ്യം നല്ലൊരു വലിയ യൂട്യൂബറാണ് ബ്രോ. എടാ നിൽക്കേ, എന്തിപ്പോൾ സംഭവിച്ചാ? നിൽക്കേ, ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. എടാ മുത്തേ, നിങ്ങൾ എന്താടാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണത്? 3 കോടിയാ? എടാ ഹാപ്പി ആക്കിയടാ. എടാ മുത്തേ, എടാ ഞാൻ നിന്റെ അടുത്ത് ഇത് എങ്ങനെ? സീരിയസ്ലി ബ്രോ, എന്താണ് ബ്രോ? എടാ നിങ്ങൾ എന്താടാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണം മുത്തേ? എടാ താങ്ക്സ് ബ്രദർ. എടാ നിൻ്റെ കടത്തി എങ്ങനെയാടാ ഒരു നന്ദി പറയണം മുത്തേ? ഇതാര് മുത്തേ? BHS. എടാ BHS, നൈഫ്, മിഷ, ഇവിടെ നമ്മളെ റൂമിൽ കയറുന്ന ഓരോരുത്തരും, ഒരു ഭൂരിഭാഗം ആൾക്കാർ നമ്മളെ കിട്ടില്ല ഒട്ടത്തരം പണിയാനല്ല പറഞ്ഞ. അവർ നല്ല സപ്പോർട്ടോട് കൂടിയാണ്ടാ മുത്തേ അവരൊക്കെ പറഞ്ഞ. നിങ്ങളൊക്കെ എന്താടാ എൻ്റെ അടുത്ത് ഇങ്ങനെ? നിങ്ങൾ എന്ത് നല്ലവരാടാ മുത്തേ എല്ലാവരും. താങ്ക്സ്ടാ എല്ലാവരുടെ അടുത്തും. എന്നെ കോടിപതിയാക്കിയാടാ നിങ്ങൾക്ക്, കോടിപതിയാക്കി മുത്തേ. എടാ മുത്തേ ഞാൻ ഇത് എടാ റിച്ച് മാൻ സി പി എം ഉണ്ടല്ലേ മുത്തേ? റിച്ച് മാൻ സി പി എം എന്ന് പറഞ്ഞാൽ അവൻ ആ റിച്ച് മാൻ സി പി എമ്മിൻ്റെ ഒരു ലൈവ് ഞാൻ കണ്ടു മുത്തേ. റിച്ച് മാൻ്റെ സി പി എമ്മിൻ്റെ ഒരു ലൈവിലെന്ന് വെച്ചാൽ അവനില്ലാത്ത പൈസ ഇല്ല, അവനില്ലാത്ത വണ്ടിയില്ല, അവനില്ലാത്ത ഒന്നും ആ ലൈവിലൊന്നും ഞാൻ കണ്ടില്ല. എല്ലാം ഉണ്ട്. ടോപ്പ് ആളാണ്, മനസ്സിലായില്ലേ മുത്തേ? അങ്ങനെ ഒരു യൂട്യൂബർ, അത്ര വലിയ യൂട്യൂബർ, മനസ്സിലായില്ലേ? എൻ്റെ ലൈവ് വന്നിട്ടിക്കോണ്ടേ മുത്തേ. ഞാൻ എന്ത് പറയട്ടെ മുത്തേ? ഇതാര് മുത്തേ? എടാ മുത്തേ എടാ റിച്ച് മാൻ സി പി എം ഉണ്ടല്ല, റിച്ച് മാൻ. എനിക്ക് റിച്ച് മാൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം മുത്തേ. എനിക്ക് ഫോട്ടോ എടുക്കണം. താങ്ക്സ് മുത്തേ, താങ്ക്സ്. ഒരുപാട് നന്ദിയാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചാണ് മുത്തേ, സത്യം പറയാല്ല. ഞാൻ ഒരു തവണ റിച്ച് മാൻ്റെ റൂമിൽ കയറി ഒരു കാർ ചോദിച്ചാലെന്ന് ആലോചിച്ചാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അത് വലിയ അതിന്ന് മോശമാവൂ. ഇന്ന് ഞാൻ ഒരു സെക്കൻഡ് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ വരാത്ത. അവൻ ഇപ്പം എൻ്റെ റൂമിൽ, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ അവൻ്റെ ഒരു ചാറ്റിൽ പോലും പോയി എൻ്റെ റൂമിൽ വരൂ, എനിക്കൊരു കാർ ഞാൻ ചോദിച്ചിട്ടില്ല മുത്തേ. എനിക്ക് ഇങ്ങോട്ട് തരുവാണ് മുത്തേ, അല്ല ഇങ്ങോട്ട് ഇതാക്കുവാണ്, മനസ്സിലായില്ലേ? റിച്ച് മാൻ വന്നെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ഇപ്പം എന്ത് പറയാം മുത്തേ? അത് റിച്ച് മാൻ വന്നെന്ന് വെച്ചാൽ മുത്തേ ഞാൻ എന്ത് പറയാം? റിച്ച് മാനെ താങ്ക്സ് റിച്ച് മാനെ. ഞാൻ സത്യം പറഞ്ഞ് ഇപ്പം ഈ ലൈവ് ഉണ്ടല്ലോ, ഈ ലൈവിന് ലൊട്ടയാവും. ഇനി മുതൽ നൈറ്റ് ലൈവ് ഇടണമെന്ന് മനസ്സുണ്ടെന്ന് വിചാരിച്ചാണ് മുത്തേ. താങ്ക്സ് റിച്ച് മാൻ. എനിക്ക് നിന്നെ ഫ്രണ്ട് ആക്കണം റിച്ച് മാൻ. നിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടോ റിച്ച് മാൻ. നീ ഇഷ്ടമുണ്ടെങ്കിൽ ഫ്രണ്ട് ആയിക്കോ മുത്തേ, അത്ര ഞാൻ പറഞ്ഞോളൂ. ഓൾറെഡി ആടടാ, ഫ്രണ്ടാണോ മുത്തേ നീ എൻ്റെ? താങ്ക്സ് റിച്ച് മാനെ. എടാ എനിക്ക് റിച്ച് മാൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം മുത്തേ, കാര്യം പറയാലോ മുത്തേ. റിച്ച് മാൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തില്ലേ മുത്തേ? അത് പിന്നെ ഇത് കണ്ടന്റ് ആക്കില്ലേ മുത്തേ? ഇത് കണ്ടന്റ് ആക്കില്ലേ പിന്നെ നമ്മൾ എന്തൊരു കണ്ടന്റ് ആക്കണം മുത്തേ?
ഇത് കണ്ടന്റ് ആക്കിയാൽ പിന്നെ എന്തിന് കണ്ടന്റ് ആണ്? പിന്നെ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ മച്ചു പറഞ്ഞാൽ മതി, ഞാൻ തരും. റിച്ചുമാനെ ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം മച്ചാനെ. റിച്ചുമാനെ സന്തോഷം, അത് തന്നെ മലയാളം. മുച്ചാനെ നീ എൻ്റെ ലൈവ് വന്നല്ലടാ, അത് തന്നെ മതിയടാ മുത്തേ, അത് തന്നെ ധാരാളം. റെഡ് ഫോക്സെ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. താങ്ക്സ് ഡാ മുത്തേ, താങ്ക്സ് ഡാ, താങ്ക്സ് ഡാ, താങ്ക്സ് ഡാ. അപ്പം നമ്മൾ പട്ടീനെ കണക്ക് കിടന്ന് പണിയെടുത്തിട്ടുണ്ടാ, അപ്പം കിട്ടാത്ത സപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം മുത്തേ. കാര്യം പറയാല്ല, ഞാനും അറബി നമ്മളെല്ലാം പണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നേ, CPN 2 ഒക്കെ. ഒരു സപ്പോർട്ടും ഇല്ല മുത്തേ. ഇത് ഇപ്പോൾ വരണുണ്ട്, ഇപ്പോൾ സപ്പോർട്ട് വരണുണ്ട് മുത്തേ. ഇത് ഗ്രോത്താണ്, ഇത് പാർട്ട് ഓഫ് ദ ഗ്രോത്ത് മുത്തേ, അത്ര ഞാൻ പറഞ്ഞോളൂ. അറബിക്കൊക്കെ അറിയാം, നമ്മൾ പണ്ട് കിടന്ന് കളിച്ചിട്ടുണ്ട്. CPN 2 BGMI കളിക്കാത്ത ഗെയിമില്ല. വോയിസ് കൊടുത്ത് ഡിസ്കോഡിൽ നമ്മൾ സംസാരിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പം പോലും ഇല്ലടാ ഒരു സപ്പോർട്ടും. ഇപ്പം മനസ്സിലായില്ലേ, ഇപ്പം മനസ്സിലായില്ല. ഇതാണ് ബൈ 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 എടാ, ബൈടാ മുത്തേ, ബൈ. എടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ, റിച്ചുമായിട്ടൂടെ ഒരു ഫോട്ടോ എടുത്തു. എല്ലാവരും എന്നെ ഹാപ്പി ആയിക്കടാ. കാര്യം പറയാലോ മുത്തേ. വേറെ എന്തെങ്കിലും വേണോ? റെഡ് ഫോക്സ് ഒന്ന് ഇട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ലായിരുന്നു റിച്ചുമാനെ. ബൈഡാ ബൈ ബൈ, ഇറങ്ങണേ. താങ്ക്സ് ഡാ, താങ്ക്സ് ഡാ. തീർച്ചയായും താങ്ക്സ് ലോണേ. താങ്ക്സ് ഡാ, തീർച്ചയായും കേസ് താങ്ക്സ് എല്ലാ റോഡും. മുത്തേ ഞാൻ ഇറങ്ങോടാ മുത്തേ, മുത്തേ ലോബി വരുവാണേ മുത്തേ. ഞാൻ കാര്യം പറയട്ടെ എല്ലാവരുടെ അടുത്തും, പാർട്ട് ഓഫ് ദ ഗ്രോത്തടാ, മനസ്സിലായില്ലേ? ഈ വണ്ടി കണ്ട, ഈ വണ്ടി കണ്ട, ഈ ഒരു ഫേവറേറ്റ് വെച്ചോട്ടെ മുത്തേ. റിച്ച് മാൻ ഉണ്ടല്ല, റിച്ച് മാൻ തന്ന വണ്ടി, ഈ പൈസ കണ്ട, ഒരു സാധാ കാറിന് കിട്ടിയ പൈസയാണിത്. റെസ്പോണ്ട് ആക്കുമോ ബ്രോ? ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ വണ്ടികളെല്ലാം? കൊള്ളാടാ നിൻ്റെ വർക്ക് ഞാൻ ലൊട്ടേന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, നിൻ്റെ വർക്ക് കൊള്ളാടാ, കൊള്ളാം, നല്ലതാണ്, കിടില്ല, കൊള്ളാം, നല്ല വർക്കാണ്ട്രാ. ഞാൻ ഗുഡ് പേഴ്സൺ അല്ലേ? ഓ നീ ഗുഡ് പേഴ്സൺ ആടാ. ഞാൻ ആരെങ്കിലും ലൊട്ട പേഴ്സൺ എന്ന് പറഞ്ഞാടാ? എല്ലാവരും അത്യാവശ്യം കൊള്ളാം, ഗുഡ് പേഴ്സൺ ആണ്, മനസ്സിലായില്ലേ? നീ ഗുഡ് പേഴ്സൺ ആണ് പോരെ. എല്ലാവരും നമ്മളെ ലൈവ് വന്നവരൊക്കെ ഒരു പരിധി വരെ എല്ലാവരും ഗുഡ് പേഴ്സൺ ആണ്ട്രാ, മനസ്സിലായില്ലേ? ഞാൻ ആരെയും ബാഡ് പേഴ്സൺ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പൈസ തന്നെയാണ് ഒറ്റ 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം, കോടി, 3 കോടി രൂപ മുത്തേ, 3 കോടി രൂപ. അവൻ എനിക്ക് എന്തിന് തരണം? ആ ലൊട്ട വണ്ടി അവൻ എന്തിന് വാങ്ങണം? അവൻ്റെ ആവശ്യം എന്തിനാണ്? അവൻ ആരെൻ്റെ ഫ്രണ്ടാണ്? അങ്ങനെയല്ല, നമ്മൾ സബ്സ്ക്രൈബറാണ്, അതൊരു സൗഹൃദം ഉണ്ട്, അതല്ലാതെ അവൻ്റെ ആവശ്യമില്ലല്ല. അവൻ എന്ത് വാങ്ങിച്ച അത് തന്നെ നല്ല കാര്യം മുത്തേ. പിന്നെ റിച്ച് മാൻ എന്തിനാ എൻ്റെ ലൈവ് കാരണം? റിച്ച് മാൻ വന്ന് അതൊരു സന്തോഷം മുത്തേ. ഇതൊക്കെ കണ്ട നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇതൊന്നും ഞാൻ മുന്നേ തീരുമാനിച്ച കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ എനിക്ക് 3 കോടി കിട്ടണമെന്നാ, അല്ലെങ്കിൽ റിച്ച് മാൻ്റെ ലൈവ് കയറണമെന്നാ ഞാൻ തീരുമാനിച്ചാണ്? അല്ലല്ല, അതൊക്കെ ഇപ്പം എന്ത് പറയണ, പാർട്ട് ഓഫ് ദ ഗ്രോത്ത് മുത്തേ, അതൊക്കെ അങ്ങനെ പറയാം.
അങ്ങനെ പറയാം. എന്ത് പറയട്ടെ, അവർ അവിടെ ഒരു യൂട്യൂബർ നമുക്ക് തന്ന വണ്ടി ഇത് കണ്ട, F1 വണ്ടി, റിയൽ മണി പൈസയാണ്, റിയൽ മണി. ഇതേപോലെ തന്നെ ബസ് കണ്ട, റിയൽ മണിയാണ്. ഇതൊക്കെ എനിക്ക് എന്തിനു തരണം? ഞാൻ ആര് അവർ തന്ന് മനസ്സിലായി, ഒരു സപ്പോർട്ട് മനസ്സിലായി. ഇതൊക്കെയാണ് മനസ്സിൽ നല്ല കാര്യങ്ങളാണ് നടക്കണ, നല്ല കാര്യങ്ങൾ, ഗ്രോത്തിൻ്റെ എന്ത് പറയണത്, ഇതൊക്കെ ഗ്രോത്തിൻ്റെ പാർട്ടുകളാണ് മുത്തേ. ഓ ഈ വണ്ടി മൊത്തം ചെളി പിടിച്ചിരിക്കണം ലോട്ട. എന്ത് പറയട്ടടാ മുത്തേ ഇതൊക്കെ, ഇതിനെ ഞാൻ എന്ത് പറയട്ടെ. ഇതിനെ 3-4-5 ദിവസം മുന്നേ ഗെയിം കളി തുടങ്ങി. 3-4-5 ദിവസം മുന്നേ ഞാൻ ഗെയിം കളി തുടങ്ങി മുത്തേ. 3-4-5 ദിവസം മുന്നേ ഞാൻ ഗെയിം കളി തുടങ്ങി. കയ്യിരിക്കണ വണ്ടികൾ, കയ്യിരിക്കണ പൈസ വേണ്ട. അല്ല എനിക്ക് ഈ പൈസ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്തായാലും ഉണ്ടാക്കും മുത്തേ. ഞാൻ അങ്ങനെ പറയണല്ല. CPN2 നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാടാ. CPN2 ഞാൻ കഷ്ടപ്പെട്ട് കിടന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, എന്തായാലും നമ്മൾ ഗിയോ പഠിക്കൂല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനുണ്ട് ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ തന്നത് വലിയ സന്തോഷമുള്ള കാര്യം കൂടെയാണ്ട്രാ മുത്തേ. അതും പറയാം. ഞങ്ങളുടെ റിച്ച് അതിൻ്റെ കണ്ട എൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കിടപ്പുണ്ട്. എന്ത് പറയട്ടാ ഞാൻ ഇതിനെയൊക്കെ. ഇത് സന്തോഷമുള്ള കാര്യമുണ്ടോ? സന്തോഷമുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഫേവറേറ്റ് ആക്കാമോ എൻ്റെ വണ്ടി? ഹലോ ബ്രോ, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഞാൻ സത്യം പറയില്ല, ഇനി എനിക്ക് വയ്യടാ. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ലൈവിൻ്റെ ഇടയിൽ നടന്നു മുത്തേ.